നത്തിങ് ഇസ് ഇമ്പോസിബിൾ. ദ വേർഡ് ഇറ്റ്സെൽഫ് സേസ് ഐ ആം പോസിബിൾ. ഈ കൂട്ട നിങ്ങളിൽ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം, കേൾക്കാത്തവരും ഉണ്ടാവാം. പക്ഷേ ഈ പറയുന്ന കൂട്ടിലെ വാചകങ്ങൾ മെയ് 2, മെയ് 16 തീയതികളിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം ഒരുപാട് നാളായിട്ട് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് മുമ്പിലുള്ള 2 ദിവസങ്ങളാണ് മെയ് 2 തീയതിയും മെയ് 16 തീയതിയും. അതെ, ഡിഗ്രി പ്രിലിംസിൻ്റെ 1ാം ഘട്ടവും 2ാം ഘട്ടവും. ആ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഇനി മുമ്പിലുള്ളത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്, കേവലം 30 ദിവസങ്ങൾ. ഈ 30 ദിവസത്തെ പഠന രീതി എങ്ങനെയായിരിക്കണമെന്നാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്കൂളിൽ നമ്മൾ ഒറ്റ വിഷയമായിരിക്കില്ല പഠിക്കുക. രാവിലെ 9:30 നമ്മൾ പഠനം ആരംഭിക്കും. 3:30 ബെല്ലടിക്കുന്നത് കാത്ത് നമ്മൾ നിൽക്കും. ആ 3:30 വരെയുള്ള സമയത്ത് നമ്മൾ ഏകദേശം 8 പീരീഡുകളോളം എന്ത് ചെയ്യാറുണ്ട്? പഠിക്കാറുണ്ട് അല്ലേ? 8 അല്ലെങ്കിൽ 7 പീരീഡുകളോളം നമ്മൾ പഠിക്കാറുണ്ട്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ പഠനത്തെ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? മാറ്റാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇനി മുതലുള്ള 30 ദിവസം എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുമോടാ? പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. പണ്ട് സ്കൂളിൽ നമുക്ക് ബുക്കിൻ്റെ ബാക്കിൽ ഒരു ടൈം ടേബിൾ എഴുതാനുള്ള ഒരു പുസ്തകം തരും അല്ലേ? അതേപോലെ ഒരു പുസ്തകം റെഡിയാക്കുക. തിങ്കൾ മുതൽ ശനി വരെയുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതുക. രാവിലെ 9:30 മുതൽ 10:30 വരെ ഒരു വിഷയം പഠിക്കുക. അത് കഴിഞ്ഞാൽ 10:30 to 11:30 മറ്റൊരു വിഷയം പഠിക്കുക. അത് കഴിഞ്ഞാൽ 11:30 to 12:30 മറ്റൊരു വിഷയം പഠിക്കുക. അരമണിക്കൂർ ബ്രേക്ക് എടുക്കുക. വീണ്ടും 1 തൊട്ട് 1:30 വരെ മറ്റൊരു വിഷയം പഠിക്കുക. 1:30 to 2:30, 2:30 to 3:30. അങ്ങനെ ദിവസം 5 to 6 വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പഠിക്കേണ്ടതായിട്ടുണ്ട്. 3:30 ശേഷം നിങ്ങൾ 6 മണി വരെ എന്തെടുക്കുക? ഒരു ബ്രേക്ക് എടുക്കുക. വീണ്ടും 6 മണിക്ക് ശേഷം ഒരു 9:30 വരെ ഇതേ രീതിയിൽ മറ്റു 3 സബ്ജക്റ്റുകൾ കൂടെ പഠിക്കുക. അങ്ങനെ ദിവസം നിങ്ങൾ 9 സബ്ജക്റ്റുകളായിരിക്കും എന്ത് ചെയ്യുക? പഠിക്കുക, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക. ഇങ്ങനെ റിവൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഗുണം ബോറടിക്കില്ല എന്നുള്ളതാണ്. ഓരോ സബ്ജക്റ്റും നമ്മളിങ്ങനെ മാറി മാറി റിവൈസ് ചെയ്യുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യുന്നത്? വയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഫ്രഷ് ആയിട്ട് നമ്മുടെ തലയ്ക്കകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത്, ബോറടി മാറ്റാനായി ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ടൈം ടേബിൾ എന്ത് ചെയ്ത് വെക്കുക? സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഈ പറയുന്ന ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ പഠിക്കുന്ന 1 മണിക്കൂറിനോടൊപ്പം തന്നെ ഏതാത് വിഷയങ്ങൾ അല്ലെങ്കിൽ അതാത് വിഷയങ്ങളിലുള്ള PYQs കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. PYQ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല റിസോഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. 2021 മുതൽ 2025 വരെയുള്ള PYQ ചോദ്യപേപ്പറുകൾ എല്ലാ ദിവസവും എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക? വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സമയം അധികമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പഴയ CBSE ചോദ്യപേപ്പറുകൾ, SSLC ചോദ്യപേപ്പറുകൾ, അങ്ങനെയുള്ള ചോദ്യപേപ്പറുകൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ഈ പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് SCERT, NCERT പാഠഭാഗങ്ങൾ. ഈ SCERT, NCERT പാഠഭാഗങ്ങൾ കമ്പൈൽ ചെയ്തായിരിക്കും 10ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ SSLCയിലെയും ചോദ്യപേപ്പറുകൾ എന്തായിട്ട് വരിക? പരീക്ഷയായിട്ട് വരിക. അപ്പോൾ ആ ചോദ്യപേപ്പറുകൾ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ SCERTയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ SCERT നമ്മൾ പഠിക്കുകയാണ്, അതോടൊപ്പം PYQs നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതുമായിരിക്കും. ടൈം ടേബിളിനകത്ത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതിന് കുറച്ചുകൂടെ എന്ത് കൊടുക്കേണ്ടതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ രാവിലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് നിർബന്ധമായും എന്ത് പഠിച്ചിരിക്കണം? മാത്സോ മലയാളമോ നിങ്ങളുടെ ഈ പറയുന്ന ടൈം ടേബിളിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കണം. എല്ലാ ദിവസത്തെ ടൈം ടേബിളിലും എന്ത് ഉൾക്കൊള്ളിച്ചിരിക്കണം? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം മാർക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 50 മാർക്കാണ്. ഈ 50 മാർക്കിൽ നിന്ന് മാക്സിമം മാർക്കുകൾ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾ ഏത് പാസ്സാവാനുള്ള ചാൻസ് ഉണ്ടാവും? ഈ പറയുന്ന പ്രിലിംസ് പാസ്സാവാൻ. ഓക്കെയാണ്. അതായത് ഈ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് പ്രാധാന്യം നൽകി നിങ്ങൾ ചിട്ടയായിട്ട് 30 ദിവസം പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ 100% ഈ പറയുന്ന പ്രിലിംസ് പാസ്സാവാൻ, ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ. ഈ പറയുന്ന ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആരെ കൊണ്ടും പോസിബിൾ ആകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അതനുസരിച്ച് PQകൾ അനലൈസ് ചെയ്ത് CBSE, SSLC ചോദ്യപേപ്പറുകൾ മനസ്സിലാക്കി റാങ്ക് ഫയലുകൾ റിവൈസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച്, അത് റിവൈസ് ചെയ്യാനെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ബൾക്കായിട്ടുള്ള ഒരു ബുക്കാണ് അല്ലേ? അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 30 ദിവസം കൊണ്ട് ഈ ബൾക്കായിട്ടുള്ള പുസ്തകങ്ങൾ മൊത്തം നമുക്ക് വായിച്ച് തീർക്കാം എന്ന അതിമോഹം തീരെ വേണ്ട.
അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് റെഫർ ചെയ്യാനും റിവൈസ് ചെയ്യാനുമായിട്ട് മാത്രം റാങ്ക് ഫയലുകൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസ് കൂടി റാങ്ക് ഫയൽ വായിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റാങ്ക് ഫയൽ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, റിവൈസ് ചെയ്യാൻ നോക്കുക. അതിലുള്ള കാര്യങ്ങൾ മൊത്തം കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ആ വാചകങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് ഫെമിലറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ PYQ കൃത്യമായിട്ട് പഠിക്കുക. 21 മുതൽ 25 വരെയുള്ള കാര്യങ്ങൾ. ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഒരു ദിവസം 8 സബ്ജക്റ്റുകൾ മിനിമം എങ്കിലും ഉണ്ടായിരിക്കണം. 45 to 1 മണിക്കൂർ ആയിരിക്കണം നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും കൊടുക്കേണ്ട സമയം. അതിനിടയിൽ നിങ്ങൾക്ക് ഇടവേളകൾ എടുക്കാൻ സാധിക്കുന്നതായിരിക്കണം. ഈ പറയുന്ന മോഡൽ എക്സാമുകൾ അതുപോലെ തന്നെ മറ്റു റിവിഷൻ എക്സാമുകൾ എഴുതാനാണ് നിങ്ങൾക്ക് ഞായറാഴ്ച. അതായത് തിങ്കൾ മുതൽ ശനി വരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഞായറാഴ്ച റിവിഷൻ എക്സാമോ മോഡൽ എക്സാമോ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കണം, അത് ഉപകാരപ്രദമായിരിക്കണം. PQ ഈ പറയുന്ന തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ടിപ്പുകൾ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ ടിപ്പുകൾ എന്ന് പറയുന്നത്? കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഇമ്പോസിബിൾ എന്ന് കരുതുന്ന പല കാര്യങ്ങളും പോസിബിൾ ആക്കാൻ ഇത്തരത്തിലുള്ള ടൈം ടേബിൾ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് പോസിബിൾ ആയിരിക്കും. അതോടൊപ്പം PYQകൾ അനലൈസ് ചെയ്യുക, SSLC CBSE ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്യുക, റെഫറൻസിനായിട്ട് അല്ലെങ്കിൽ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഉപയോഗിക്കുക, റാങ്ക് ഫയൽ ഉപയോഗിക്കുക. ഒരു സബ്ജക്റ്റിന് ഒരു ദിവസം 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിലധികം കൊടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ബോറടിക്കില്ല, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. മെയ് 2-ാം തീയതിയും മെയ് 16-ാം തീയതിയും പരീക്ഷകൾ എഴുതുന്നവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം.